ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഇളവുകൾ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണത്തിന് കോഴിക്കോട് തുടക്കമായി. പ്രവാസികളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിൽ നിന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുഞ്ഞിന് എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ത്യൻ ഓഫ് സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനം തുടരുന്ന പാർലമെന്റിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ബഹളം. ഇന്ന് രാവിലെ സമ്മേളനം ആരംഭിച്ചതു മുതൽ പ്രതിഷേധം രൂക്ഷമായതോടെ രാജ്യസഭയും ലോക്സഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ വിപുലമായ കൂടിയാലോചനകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ തലത്തിലും വിശദമായി ചർച്ച ആവശ്യമായതിനാൽ ബിൽ JPCക്ക് അയക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയെ അറിയിച്ചിരുന്നു. രാജ്യത്ത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിടുന്നതാണ് ബില്ലുകൾ. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അടിയന്തരമായി ഉപയോഗിക്കുന്നതിന് ഫണ്ട് ലഭ്യമാക്കാൻ ആവശ്യമായ ഇളവുകൾ അനുവദിക്കുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ സംസ്ഥാനത്തോടും നിർദ്ദേശിച്ചു. 2025 ജനുവരി 10 കേന്ദ്ര സർക്കാർ മറുപടി നൽകണം. പുതുവത്സരവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നടക്കാനിരിക്കുന്ന സൺബേൺ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നത് സംബന്ധിച്ച വിവരം നാളെ ഹൈക്കോടതിക്ക് കൈമാറണമെന്നും സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. പ്രവാസികളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും വൈകാതെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ. നോർക്ക റൂട്ട്സ് ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ പ്രവാസികൾ വലിയ പങ്ക് വഹിക്കുന്നതായും കാര്യക്ഷമമായ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പ്രവാസികൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവാസ സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാവസായികമായി നമുക്ക് വിദേശ രാജ്യങ്ങളിൽ കിട്ടിയുള്ള നമ്മുടെ എക്സ്പീരിയൻസിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. നാട്ടിൽ ചെയ്യാവുന്ന പ്രൊഡക്റ്റീവായി പ്രൊഡക്ഷനിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ വളരെ പ്രയാസകരമാണ്. ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ, അഹമ്മദ് ദേവർകോവിൽ MLA, നോർക്ക സെക്രട്ടറി K വാസുകി, നോർക്ക പദ്ധതി ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ 24 ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ 14.05 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കോട്ടൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ മന്ത്രി വീണ ജോർജാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിച്ചു. ലക്ഷ്യ മാനദണ്ഡ പ്രകാരം സജ്ജമാക്കിയ ലേബർ റൂം കോംപ്ലക്സ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, പാലിയേറ്റീവ് കെയർ വാർഡ്, നവീകരിച്ച OP വിഭാഗം, ആധുനിക അത്യാഹിത വിഭാഗം തുടങ്ങിയവയാണ് ആശുപത്രിയിൽ പുതുതായി സജ്ജമാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ENT ആശുപത്രിയുടെ തറക്കല്ലിടൽ ആരോഗ്യമന്ത്രി ഇന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിർവഹിക്കും. ദേശീയ ആയുഷ് മിഷന്റെ 2.5 കോടി രൂപയോളം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. HLL ലൈഫ് കെയർ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSFE സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതമായ 35 കോടി രൂപ നൽകി. ധനമന്ത്രി KN ബാലഗോപാലിന് കമ്പനി ചെയർമാൻ K വരദരാജൻ ചെക്ക് കൈമാറി. 2023-24 സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതമാണ് കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. CPIM നേതാവായിരുന്ന MM ലോറൻസിന്റെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്തത് ശരിവച്ച സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മകൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ,
ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. കേരള അനാട്ടമി നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് മൃതദേഹം ദാനം ചെയ്തതെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുഞ്ഞിന് വേണ്ട എല്ലാ സംരക്ഷണവും സർക്കാർ തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി കുടുംബത്തിന്റെ പക്കൽ നിന്ന് മെഡിക്കൽ കോളേജ് പണം ഈടാക്കിയെന്ന പരാതി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 6ാം ദിനത്തിലേക്ക് കടന്നു. ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ 7 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. ചലച്ചിത്രമേളയുടെ എല്ലാ പ്രദർശനങ്ങളിലും മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. മലയാള സിനിമയുടെ മൂല്യം എടുത്തുകാട്ടാൻ ചലച്ചിത്ര മേളയിലൂടെ സാധിക്കുന്നതായി ചലച്ചിത്ര പ്രവർത്തക ബീന പോൾ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ആസ് യൂഷ്വൽ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, സ്ത്രീകളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ വലിയ സന്തോഷം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സിനിമകൾ വന്നിട്ടുണ്ട്. എനിക്ക് കോമ്പറ്റീഷൻ സെക്ഷനും മലയാളം സിനിമ നൗ വെരി ഇമ്പോർട്ടന്റ് പടങ്ങൾ നമ്മുടെ നാട്ടില് കാണിക്കുന്ന പടങ്ങളാണ്. മലയാളം സിനിമയുടെ വിലയിരുത്തൽ നമുക്കല്ലേ ഏറ്റവും വലുതാ അറിയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്പിൻ ബൌളിംഗിന്റെ കുന്തമുനയായ രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയക്കെതിരായ ബ്രിസ്ബെയിൻ ടെസ്റ്റിന്റെ അവസാന ദിവസമാണ് അശ്വിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. 2010 ജൂണിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മാൻ ഓഫ് ദ സീരീസ് നേടിയ താരമാണ്. 11 തവണ ഈ നേട്ടം കൈവരിച്ച അശ്വിൻ 106 ടെസ്റ്റിൽ 537 വിക്കറ്റും 116 ഏകദിനത്തിൽ 156 വിക്കറ്റും 65 T20 മത്സരങ്ങളിൽ 72 വിക്കറ്റും ഈ ഓഫ് സ്പിന്നർ നേടി. ടെസ്റ്റിൽ 6 സെഞ്ചുറികളും സ്വന്തമാക്കി. കുടുംബശ്രീ നയി ചേതന ദേശീയതല ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഈ മാസം 23-ന് സംസ്ഥാനത്തെ കുടുംബശ്രീ CDSകളിൽ ജെൻഡർ കാർണിവൽ സംഘടിപ്പിക്കും. സ്ത്രീധനവും സ്ത്രീകളുടെ സ്വത്തവകാശവും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറവും വിവിധ പരിപാടികളും നടക്കും. ലിംഗവിവേചനത്തിനും ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം എന്ന പ്രമേയത്തിലൂന്നിയാണ് ഇത്തവണ നയി ചേതന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കാനനപാതയിലൂടെ കാൽനടയായി ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ഇന്നു മുതൽ പ്രത്യേക വരിയിലൂടെ ദർശനം സാധ്യമാക്കും. ഏറെ നാളുകളായുള്ള തീർത്ഥാടകരുടെ ആവശ്യമാണ് പരിഗണിക്കപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. എരുമേലി മുതൽ പമ്പ വരെ 30 കിലോമീറ്ററോളം കാനനപാതയിലൂടെ വരുന്നവർക്ക് എരുമേലി മുക്കുഴിയിൽ നിന്ന് വനം വകുപ്പിന്റെ എൻട്രി പാസ് ലഭിക്കും. പുതുശ്ശേരി താവളത്തിൽ നിന്നും സീലും വാങ്ങി തുടർന്ന് വലിയാനവട്ടം താവളത്തിൽ നിന്ന് എക്സിറ്റ് സീലും വാങ്ങി മരക്കൂട്ടത്ത് എത്താം. നടപ്പന്തലിൽ എത്തുന്ന പാസുള്ള തീർത്ഥാടകർക്ക് പ്രത്യേക വരിയിലൂടെ ദർശനം സാധ്യമാകും. ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായർ പാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. കാനനപാത വഴി വരുന്നവർക്ക് പമ്പയിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് എത്താനും സാധിക്കും. മരക്കൂട്ടത്ത് വെച്ച് ചന്ദ്രയാൻ റോഡ് വഴിയും സന്നിധാനത്ത് പ്രവേശിക്കാൻ സാധിക്കും. പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയെ സുന്ദരമാക്കി മാറ്റണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥൻ. മാഹിയിൽ മെഗാ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രദേശവാസികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന് 2 കിലോമീറ്ററോളം കടൽ തീരം ശുചീകരിച്ചു. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് പുറകിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പാർക്കിംഗ് സമുച്ചയത്തിൽ നാളെ മുതൽ പാർക്കിംഗ് ആരംഭിക്കും. 302 കാറുകൾക്കും 200 ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കോട്ടയം സ്വദേശിനി ലക്ഷ്മിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. CHR വിഷയത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി ഇടുക്കിയിലെ വ്യാപാരി കർഷക സംഘടനാ നേതാക്കൾ. ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് തയ്യാറാക്കിയ നിവേദനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായ ഇളവുകൾ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് കേരള ഹൈക്കോടതി. അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണത്തിന് കോഴിക്കോട് തുടക്കമായി. പ്രവാസികളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിൽ നിന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളുമായി ജനിച്ച കുഞ്ഞിന് എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ത്യൻ ഓഫ് സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.